ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ മുഴുവൻ പ്രോബ്ലംസ് ഒരു വീഡിയോ ഒന്ന് ചെയ്തിരുന്നു. മാക്രോ എക്കണോമിക്സ് കംപ്ലീറ്റ് റിവിഷൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി മൈക്രോ എക്കണോമിക്സിലെ നാളത്തെ എക്സാമിനുണ്ടാകുന്ന 101% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഇത് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല, പക്ഷെ വളരെ ഈസിയാണ്. ഒരു 4 മാർക്സിന് വന്നാൽ 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ഇതാണ്. ഇതോടുകൂടി എൻ്റെ സൗണ്ട് പോയിരുന്നു. മറ്റേ വീഡിയോസൊക്കെ ഒത്തിരി ചെയ്ത് ക്ലാസ്സസൊക്കെ എടുത്ത്, ബട്ട് ഈ ഒരു പ്രോബ്ലം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇതുകൂടി നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് മക്കൾ ഈ പ്രോബ്ലം നന്നായിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ ഇൻ കേസ് ഇത്തവണ ചോദിച്ചില്ലെങ്കിൽ ഫൈനൽ എക്സാമിന് എന്തായാലും ചോദിക്കും, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എക്സാമിലേക്ക് പോകുന്നേക്കാകുമ്പോൾ ഒരു അഡ്വൈസും കൂടി ഉണ്ട്. എക്സാം പേപ്പർ നല്ല ടഫായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം പോകാൻ. ബിക്കോസ് ബിസിനസ് സ്റ്റഡീസ് നല്ല ടഫായിരുന്നു, എക്കണോമിക്സും ആ ലെവലിലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ. എന്നിട്ട് ഈസി ആവണമെങ്കിൽ ലോട്ടറി ആണല്ലോ. അപ്പോൾ അതോടെ ടഫായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ പോകാം കേട്ടോ. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡിമാൻഡിൻ്റെ ഒരു ഇക്വേഷനും ഒരു സപ്ലൈയുടെ ഒരു ഇക്വേഷനാണ്. എന്നിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സിമ്പിളാണ്. ഇക്വിലിബ്രിയത്തിൽ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഈ 500 മൈനസ് പിയും ഈ 100 + പി എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. 500 മൈനസ് പി ഇസ് ഈക്വൽ ടു 100 + പി എന്ന് എഴുതും. അങ്ങനെ വേണം ഇത് സോൾവ് ചെയ്യാൻ. എന്നിട്ട് ലെറ്ററൊക്കെ ഒരു സ്ഥലത്ത് നിർത്താം, നമ്പറൊക്കെ മറ്റൊരു സ്ഥലത്ത് നിർത്താം. സോ ഇവിടെ 500 ഉണ്ടല്ലോ, ആ 500 അവിടെ നിൽക്കട്ടെ, ഈ 100 ഇങ്ങോട്ട് പോന്നോട്ടെ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കട്ടെ, അവരല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ അത് പോസിറ്റീവായിട്ട് കിടക്കുന്ന ഒരു 100 ആണ്. അത് ഇങ്ങോട്ട് ഈക്വൽ ടു കൂടി ഇപ്പുറത്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും, മൈനസ് ആവും, സ്വഭാവം മാറും. അപ്പോൾ അത് -100. ഇനി ഇവിടെ ഒരു പി ഉണ്ട്, അത് ഓൾറെഡി ഇവിടെ നിൽക്കട്ടെ. ഈ -p ഇങ്ങോട്ട് പോകുമ്പോൾ സ്വഭാവം മാറി പോസിറ്റീവ് ആകും, +p ആവും. സോ നമുക്ക് എന്ത് കിട്ടി? 500 - 100 400. 400 ഈസ് ഈക്വൽ ടു 2p എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ പി എത്രയായി? 2p 400 ആണ്. ദർഫോർ പി ഈസ് ഈക്വൽ ടു 400/2 ഈസ് ഈക്വൽ ടു 200. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. പി കിട്ടി. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണുന്നത് അതിലും എളുപ്പമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 100 + p എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ പീൻ്റെ വാല്യൂ 200 ഇട്ട് കൊടുത്തേ. 100 + 200 = 300. സോ ഈ 300 എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞു. 4 മാർക്ക് അവിടെ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം പ്രൈസ് 200, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 300. ചെയ്തു വെച്ചാൽ മാർക്ക് ഉറപ്പ്. വീഡിയോ ഹെൽപ്ഫുൾ ആയോന്നും ഇതുവരെ എക്കണോമിക്സിൽ ചെയ്ത വീഡിയോസ് ഹെൽപ്ഫുൾ ആയോന്നും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.